ഹലോ ഗൈസ്, വെൽക്കം ടു ബാംഗ്ലൂർ ഡേയ്സ് പാർട്ട് 2. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്നോ സിറ്റിയിലേക്കാണ്. ആക്ച്വലി ഇന്നലെ കിടന്നത് ഞങ്ങൾ എല്ലാവരും കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് കിടന്നപ്പോൾ 5 മണിയായി. അത് കഴിഞ്ഞ് ഷടപട നീതിട്ട് കുളിച്ച് റെഡിയായി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ ഇന്നലെ 10 മണിക്ക് ഇവിടെ സ്നോ സിറ്റിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 10 മണിക്കത്തേക്ക്. പക്ഷേ എല്ലാം വളരെ പെട്ടെന്ന് റെഡിയായി. ഭാഗ്യത്തിന് ആദ്യമായിട്ട് ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഒരു സ്ഥലത്ത് എത്തി ഗൈസ്. ആക്ച്വലി നമുക്ക് ആദ്യം കുറച്ച് വഴിക്കാൻ തെറ്റിപ്പോയി. ഞങ്ങൾ വേറെ ഒരു സ്ഥലത്താണ് എത്തിയത്. പക്ഷെ എന്തായാലും കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് സ്ഥലത്ത് തന്നെ ലാസ്റ്റിൽ എത്തി. അങ്ങോട്ട് കയറുമ്പോൾ എൻട്രി ചെയ്യുമ്പോൾ ബാക്കിലേക്കാണ്. ശേരത് കാണാൻ പോലുമില്ല. അമ്മയ്ക്ക് ഇത് അയച്ചു കൊടുത്താലോ? പക്ഷേ സ്ലീവ്ലെസ് ഇറങ്ങിയിട്ട് അമ്മ കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എങ്ങനെ വീഡിയോ എടുക്കണം, ബാക്കിൽ നിന്ന് എടുക്കണം, ഫ്രണ്ടിൽ നിന്ന് എടുക്കണം, സൈഡിൽ നിന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നത്. ഇതാണ് സ്നോ സിറ്റിയുടെ എൻട്രൻസ്. നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു, വഴിയൊക്കെ തെറ്റിയെങ്കിലും കറക്റ്റായിട്ട് എത്തിപ്പെട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്ന് ചോദിച്ചാൽ അതെ. കാരണം നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ്. കാരണം റിയൽ ആയിട്ടുള്ള സ്നോ കാണാൻ വേണ്ടി ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്താണ് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് മണാലിക്കൊക്കെ. പക്ഷെ അത് പ്ലാനിങ് മാത്രമേ നടന്നുള്ളൂ, ലാസ്റ്റ് പോകാൻ പറ്റില്ല. വന്നെത്തിപ്പെട്ടത് സ്നോ സിറ്റിയിലാണെങ്കിലും ഉള്ള സ്നോ വെച്ച് അങ്ങ് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു അല്ലേ. എന്തായാലും സ്നോ കണ്ടാൽ പോരെ. ഒരിടത്തും കറക്റ്റ് സമയത്ത് എത്താത്ത ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയൊരു സ്ഥലമാണ് സ്നോ സിറ്റി. കറക്റ്റ് 10 മണിക്ക് മുന്നേ 10 മണിക്കാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് പരതുമായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇത് എവിടെയാണ് റെഡീം ചെയ്യേണ്ടത്. ആകെപ്പാടെ തപ്പിത്തെറിഞ്ഞ് ഒരു 10:15, 10:20 വരെ എവിടെ ഇത് റെഡീം ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അവിടെ തൊട്ടപ്പുറത്തുള്ള കൗണ്ടറിൽ റെഡീം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന്. അങ്ങനെ പിന്നെ എല്ലാം വളരെ പെട്ടെന്ന് ഞങ്ങൾ ഷടപടയിൽ നിന്ന് പോയി റെഡീം ചെയ്ത് കയറിയപ്പോഴത്തേക്ക് 10:25 10 എന്തോ അടുപ്പിച്ചായി. ഇവിടുന്നാണ് നമുക്ക് ഓരോരോ കൗണ്ടറുണ്ട്. ഇതുപോലെ ജാക്കറ്റിന്, ഷൂസിന്, അങ്ങനെ സോക്സ്, അങ്ങനെയെല്ലാം ഇവിടുന്ന് തന്നെ തരും. എല്ലാത്തിനും സെപ്പറേറ്റ് സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഓരോരുത്തർത്തുനിന്ന് വാങ്ങിപ്പോയി. അവിടെ അപ്പുറത്ത് സ്പേസ് ഉണ്ട്, അവിടെ പോയിട്ടാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടത്. എനിക്കും ഷോയ്ക്കും ഇവിടുന്ന് ഷൂസ് കിട്ടിയപ്പോൾ ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഇവരുടെ കയ്യിലുള്ള ലാർജസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 7. എൻ്റെ ഷേയുടെ കാലിന് കുറച്ച് അധികം നീളമുള്ളതുകൊണ്ട് 7 കിട്ടിയപ്പം സാധാരണ നമ്മുടെ നോർമൽ ഷൂസ് 7 ഒന്നും നമുക്ക് പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ അവരോട് പറയുമായിരുന്നു ഇത് പറ്റത്തില്ല, ഇതിൽ വലുത് വേണം എന്നൊക്കെ. അവർ പറഞ്ഞു ഇതാണ് ലാസ്റ്റ് സൈസ് എന്ന്. പക്ഷേ ഈ സൈസ് നമുക്ക് പറ്റുമായിരുന്നു, കറക്റ്റ് ആയിരുന്നു. എന്നാലും അതെങ്ങനെ, അതെനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്നാലും ഇത് കറക്റ്റ് സൈസ് ആയിരുന്നു. അങ്ങനെ ഷൂവിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആയപ്പോഴാണ് ഞാൻ എൻ്റെ ഷൂസിൻ്റെ ഈ അറ്റത്ത് ചെറുതായിട്ട് കീറിയിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചത്. പിന്നെ അത് കൊടുത്ത് മാറി വേറെ ഷൂസ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഓൾറെഡി ലേറ്റ് ആണ്. അങ്ങനെ നമ്മളെല്ലാവരും ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഷേവ് ആൽബം കണ്ടു, ലോങ് ഡ്രസ്സ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ പാൻറ്റൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഇതൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് എനിക്കിത് കെട്ടാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് കെട്ടി സെറ്റാക്കി തന്നു. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ടു ഗോ. ഇതിന് മുന്നേ സ്നോ സിറ്റി അല്ലെങ്കിൽ സ്നോ പാർക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ടുള്ളവർക്കറിയായിരിക്കും ഇതിനുള്ളിൽ അവർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തേക്കുന്നത് അത്ര തണുപ്പാണ്. നമ്മളിതൊന്നും ഇടാതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അമാതിരി തണുപ്പാണ് ഇതിനുള്ളിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു വളരെ ചെറിയ സ്ഥലമാണെങ്കിലും അതിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ഭയങ്കര അടിപൊളിയായിരിക്കും. കാരണം ഇതിൻ്റെ ലാസ്റ്റൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് ലാസ്റ്റിൽ ഈ റിയൽ ആയിട്ടുള്ള ഐസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മെഷീൻ്റെ പേരൊന്നും പറയാൻ അറിയില്ല, എന്തോ ഒരു സാധനത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും റിയൽ ആയിട്ട് സ്നോഫോൾ ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ. ഈ കാണുന്ന ലൈറ്റൊക്കെ അവർ ഓഫ് ചെയ്യും. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നു, അത് ഊരിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. കാരണം കൈയൊക്കെ ഇങ്ങനെ മരവിച്ചു പോകും. അങ്ങനെ സംഭവം മൊത്തം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലോണം എൻജോയ് ചെയ്യുകയും ചെയ്തു. സോറി ഗൈസ്, ചിരി നിർത്താൻ പറ്റില്ല, അമ്മാതിരി വീഴ്ചയായിരുന്നു. പിന്നെ സ്നോ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്തിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുള്ളിൽ ഈ ചെറിയൊരു ചായക്കട പോലൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും, ശരിക്കും നമ്മൾ സ്നോ ഉള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഉടുപ്പൊക്കെ മണാലി പോകണ്ട, നമ്മൾ ഉള്ളിൽ നിന്ന് ചായ, ഞാൻ പറഞ്ഞില്ല അവിടെ ചായ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കുടിച്ചില്ല. പുറത്തിറങ്ങിയിട്ട് ഒരു കഫേ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ, ഞാൻ ഈ കപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് 50 രൂപ. ഇതിനുള്ളിൽ എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മാത്രം, എന്നാലും 50 രൂപ. ഈ പാക്കേജിനുള്ളിലുള്ളതാണ്. നമ്മളിതിനുള്ളിൽ കയറുമ്പോൾ നമ്മളുടെ ഫോട്ടോസൊക്കെ അവരെടുക്കും. പക്ഷെ ഇത് വാങ്ങണമെന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. അതായത് ഫോട്ടോ എത്ര എണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും 1100 200 അങ്ങനെ എന്തുവാ. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ബാംഗ്ലൂർ പാലസിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. നമ്മൾ ബാംഗ്ലൂർ പാലസിലേക്കുള്ള എൻട്രൻസ് ആണിത്. അവിടെ എൻ്റർ ചെയ്ത് നമ്മളവിടെ ഇറങ്ങി.
ഇറ്റപ്പൊന്നോ ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് സ്നോ സിറ്റി, അവിടുന്ന് ബാംഗ്ലൂർ പാലസ്, എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്, ഭയങ്കര രസമാണ് കാണാൻ. ആക്ച്വലി ഈ പാലസ് എനിക്കത് ബാംഗ്ലൂർ പാലസാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാനിത് എവിടെയാണ് നമ്മുടെ കസിൻസ് സിനിമയില്ലേ അതിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എനിക്കത് ബാംഗ്ലൂർ പാലസ് എന്ന് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ബാംഗ്ലൂർ പാലസിൽ പോകാമെന്നൊക്കെയുള്ള പ്ലാൻ വന്നില്ലേ, ആ സമയത്ത് ബാംഗ്ലൂർ പാലസ് നോക്കിയപ്പോഴാണ് ഇത് അതല്ലേ എന്ന് എനിക്ക് മനസ്സിലായത്. ഇതതാണ് എന്നെനിക്ക് മനസ്സിലായത്. ഇത് എഴുതി വെച്ചേക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിക്കോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എല്ലാവരുടെയും കയ്യിൽ ലിക്വിഡ് മണി മസ്റ്റാണ്. കാരണം ഇവിടെ GPay എടുക്കില്ല. ഞങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞുള്ളിപ്പറക്കി, അതായത് ഈ ചില്ലറ വരെ പറക്കിയെടുത്ത് ഞങ്ങൾ 5 പേർക്കുള്ള കറക്റ്റ് 5 പേർക്കുള്ള ലിക്വിഡ് മണി ഉണ്ടായിരുന്നുള്ളൂ. അതും എൻട്രിക്ക് വേണ്ടി മാത്രം കൊടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി കണ്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്ക് ഒന്നുമുള്ള എമൗണ്ട് ഞങ്ങളുടെ ഇല്ലായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുള്ള പൈസ ഇല്ലായിരുന്നല്ലോ. ആ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നമ്മൾ കായലും കടലും എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഒരു നല്ല ആംബിയൻസ് ആണല്ലോ, ഒരു വീട് പോലൊക്കെ ഫീൽ ചെയ്യും. ഉള്ളിലൊക്കെ നല്ല ആംബിയൻസ് ആണ്. റേറ്റ് മാത്രം കുറച്ച് കൂടുതലായിരുന്നു എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. കാരണം എനിക്ക് ഫസ്റ്റ് ബിരിയാണി കഴിക്കാനായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചു. എത്രയായിരുന്നു, 200 സംതിങ് ആയിരുന്നു. പിന്നെയാണ് ഇവർ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞപ്പം ചട്ടിച്ചോറ് കഴിക്കാൻ ആക്രാന്തം. ഞങ്ങളെല്ലാവരും ആദ്യം ഒന്ന് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇച്ചിരി ചോറിന് 390, 360 എന്തോ ആയിരുന്നു. പേടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ എക്സ്ട്രാ റൈസ് തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഫില്ലാവില്ല എന്ന് വിചാരിച്ചെങ്കിലും നല്ല ഫീലിംഗ് ആയിരുന്നു കേട്ടോ, ടേസ്റ്റും നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഊബറൊക്കെ എടുത്ത് നേരെ ജയനഗർ വന്നു. ഇവിടെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അവിടെ നമ്മുടെ ഊബറിലിരുന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി ഒക്കെ എഴുതിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജയനഗർ വന്നു. ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഡ്രസ്സായാലും ബാഗ് ആയാലും എല്ലാം കിട്ടും. ചില സാധനങ്ങൾ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഒന്ന് നല്ലപോലൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഷോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് ഇവിടെ കുറേ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഓൺലൈൻ കാണുന്ന സെയിം സാധനങ്ങളൊക്കെ തന്നെ ഞാനിവിടെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ സ്കേർട്ടും ടോപ്പും ആയാലും, സ്കേർട്ടും ടോപ്പും അല്ലല്ലോ എന്താ പറയുന്നത്, ടോപ്പ് ആയാലും ഒക്കെ. ബാഗിനൊക്കെ 250 രൂപയ്ക്ക് നല്ല അടിപൊളി ബാഗൊക്കെ കിട്ടും, സൈഡ് ബാഗ്. മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ഒരു അഫോർഡബിൾ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ജയനഗർ. മുന്നേ വന്നവർക്ക് അറിയാമായിരിക്കും. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. ബഡ്ജറ്റ് കുറച്ച് കമ്മി ആയതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല. ഇനി ഒരു വട്ടം വരുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്കിനി ഇവിടുന്ന് നേരെ ഫീനിക്സ് മോളിലോട്ടാണ് പോകുന്നത്. ഫീനിക്സ് മോളാണെന്നാണ് ഇവിടുന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്തത് ഫീനിക്സ് മോളിൽ പോകാമെന്നാണ്. നമ്മളിവിടുന്ന് എന്തോ അടുത്താണ്, മെട്രോ നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മെട്രോ കയറി അവിടെ നിന്നാണ് ഫീനിക്സ് മോളിൻ്റെ അവിടെ അടുത്തെവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ നടന്ന് ഫീനിക്സ് മോളിലോട്ട് പോകുന്നു. ഇതാണ് പ്ലാൻ. ശ്രീയാണ് ആക്ച്വലി ഗൈഡ്. നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ശ്രീക്ക് ഐഡിയ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞിട്ട് വന്നത് എവിടോട്ട് പോകാം എന്നാണ്, ഫീനിക്സ് മോൾ. വന്നത് VR മോൾ. ചെറിയൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മളിവിടെ VR മോളിൽ വന്നു. പക്ഷെ കാണാൻ ഈ ദീപാവലി സമയമായിരുന്നുണ്ടല്ലോ, ദീപാവലി സമയം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഫീനിക്സ് ഇതിന് തൊട്ടപ്പുറത്താണെന്ന് തോന്നുന്നു ഫീനിക്സ് മോൾ. അവിടെയും കാണാൻ നല്ല ഭംഗി, ഇവിടെയും കാണാൻ നല്ല ഭംഗി. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമായിരുന്നു. നമുക്ക് ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ ആദ്യം വരുന്ന ഹായ് നല്ല ഫോട്ടോസ് കിട്ടുമല്ലോ എന്നൊരു ചിന്തയാണല്ലോ സ്വാഭാവികം. ശ്രീ എന്നോട് പറയായിരുന്നു ഈ ആംബിയൻസ് മാത്രം കാണിച്ചാൽ മതി, നമ്മൾ നടക്കുന്നതൊന്നും കാണിക്കില്ലേന്ന്. പക്ഷെ ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാൻ ഇട്ടു. ഇതിന് നമ്മൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു. ഇനി നമുക്ക് അമ്മുൻ്റെ വകയൊരു ഒരു ഇൻട്രോ ഉണ്ട്, അത് കേൾക്കാം. നമ്മൾ മോളിൽ വന്നു, അത്ര പറയും. എന്താ പറയട്ടെ, നമ്മളിപ്പോ ഉള്ളത് ബാംഗ്ലൂർ ഒരു അതെ 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 അതല്ല അമ്മു അങ്ങനൊന്നുമില്ല, നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? അമ്മു പറയാം. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? എവിടെയാ പറ? ബാംഗ്ലൂരിലെ ഇവിടെ നമ്മൾ എന്തിനു വന്നു? ചുമ്മാ അവിടെ ഒക്കെ കറങ്ങി ഫുഡൊക്കെ അടിച്ച് തിരിച്ചു പോകാൻ വേണ്ടി വന്നു. ഇവിടെ നാളെ ദീപാവലിയാ അല്ലേ? നാളെയാണ് ദീപാവലി. ബാക്കിയൊക്കെ കാണുക, ബാക്കി വരും കാണിച്ചു കൊടുക്കുന്നത്. അത് കാണിച്ചു. കാപ്പി കണ്ടുപിടിച്ചിട്ട് വരാം. ആൽബം എന്ത് കണ്ടുപിടിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ എന്താ പറഞ്ഞെന്നുള്ള കാര്യം പിന്നെ
കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ അമ്മ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആക്ച്വലി ഫീനിക്സ് മോളിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത്. അതുകൊണ്ട് ഇത് VR മോളിലോട്ടാണ് വന്നതെന്നുള്ള കാര്യം ഇടയ്ക്കൊന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. അതാണ് നിങ്ങൾ അതിൽ കണ്ടത്. പിന്നെ നമ്മളിവിടെ വന്ന് മിനിസോയിൽ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചുമ്മാ മിനിസോ കണ്ണിനൊരു കുളിർമ, കാണാൻ ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ എപ്പോഴും മിനിസോ. അതുകൊണ്ട് മിനിസോയിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് അത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. അപ്പം നമ്മളിപ്പോൾ മിനിസോയിലോട്ട് നടന്നു പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മിനിസോ ഒരു വികാരമാണല്ലോ കാണാൻ. റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും ഒരു ഹാപ്പിനെസ് ആണല്ലോ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ദ ഗേൾസിന് മിനിസോ എന്ന് പറയുമ്പോൾ പോകാൻ ഇഷ്ടമുള്ളതും കാണാൻ ഇഷ്ടമുള്ളതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കാണാനും ഇഷ്ടമുള്ള ഗേൾസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടുന്ന് സാധനം എടുത്തത് അമ്മു ആൽബുമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്കിവിടെ അടുത്ത് തന്നെ മിനിസോ ഉണ്ട് ചെന്നൈയിൽ. അപ്പം ഞാൻ വല്ലപ്പോഴും പോയി ഒരു സാധനം 2 സാധനമൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് വാങ്ങാറുള്ളതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ കാണാൻ അതിപ്പോഴും ഒരു സന്തോഷമാണല്ലോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ലുലു ഹൈപ്പറിൽ പോയി ഫുഡ് പാഴ്സൽ വാങ്ങുക ചെയ്ത്. അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകാൻ കുറച്ചും കൂടെ ടൈം എടുക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ ഊബർ എടുത്ത് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊരു സാധനമില്ലേ, എല്ലാവർക്കും വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് ഇതുവരെ ആർക്കും അറിയില്ല എല്ലാവരുടെയും കയ്യിൽ എന്താണെന്ന്. അപ്പോൾ നമ്മൾ അത് ക്യാപ്ചർ ചെയ്യുക റീൽ ഉണ്ടാക്കുക എന്നൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. റീലിൻ്റെ എഡിറ്റിങ് ഷെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. പക്ഷേ അത് ഇതുവരെ ഷെയർക്കൊന്ന് സെറ്റ് ആക്കിയായിരുന്നു. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴെങ്കിലും ഷേ അത് റെഡിയാക്കി പോസ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഷേ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ ഒരു ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ അഗാധമായിട്ടുള്ള ഡിസ്കഷൻ നടക്കും. ഇത് ഏത് ആംഗിളിൽ വെക്കണം, എങ്ങനെ എടുക്കണം, എങ്ങനെ റീൽ എടുക്കണം. ഷേ ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ടൊന്ന് സെർച്ച് ചെയ്യുന്നു, ഭയങ്കര കാര്യമായിട്ട് ഇത് എങ്ങനെ ഒരു ഷോർട്സ് എടുക്കാം എന്നൊക്കെയുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ വാങ്ങിയിട്ട് വന്നെങ്കിലും നമ്മൾ വിചാരിച്ചു ഈ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന്. ഫസ്റ്റ് ഗിഫ്റ്റ് എടുത്തു, ഒരു കപ്പായിരുന്നു. സെക്കൻഡ് ഞാൻ എല്ലാ ഗിഫ്റ്റും ഒന്നും പറയുന്നില്ല എന്തായിരുന്നു എന്നുള്ളത്. റീൽ വരുമ്പം ഞാനത് റീൽ ഷെയർഡിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാനത് ഷോർട്സ് ആക്കി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഒരു ചെറിയൊരു ബിറ്റായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നോക്കട്ടെ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. ഭയങ്കര ഞങ്ങൾ എൻഗേജ് ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഓഫ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.